ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൻ്റെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് തിരൂർക്കാണ് കേട്ടോ. നമുക്ക് ഒന്നോ രണ്ടോ ഹാമ്പേഴ്സിൻ്റെ ഓർഡർ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെയാണ് കേട്ടോ മേടിക്കൽ. പക്ഷേ ഇത് 13 ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഓരോ ഹാമ്പറിലും എന്തൊക്കെ ഐറ്റംസാണ് വെക്കേണ്ടത് എന്നുള്ളത് കസ്റ്റമർ പ്രത്യേകം നിർബന്ധങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ച ആ ഒരു ഹാമ്പറൊന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ എടുക്കുകയും ചെയ്യുക, അത്രയും ഹോൾസെയിൽ ആയിട്ടുള്ള റേറ്റിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സും അതുപോലെ തന്നെ വുഡിൻ്റെ ഹാമ്പറും അക്രിലിക്കിൻ്റെ ഹാമ്പറും എല്ലാം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പല ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ 2 മണിക്കാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. വേറെ ഒന്നും ഇടയിൽ കഴിച്ചിട്ടുണ്ട് അതിൽ. കാരണം അത്യാവശ്യം 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് വരാനായിട്ട് മുന്നേ വീട്ടിലെത്തണം എന്നുള്ള ഒരു ഇതിൽ പെട്ടെന്ന് തന്നെ പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരവിടുന്ന് ഒരു ഓട്ടോയിൽ പാർസൽ അയക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐറ്റംസൊക്കെ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഒരു 8 മണിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നൊരു ഉച്ചയായപ്പോൾ തന്നെ കുറച്ചും കൂടി ഐറ്റംസ് മേടിക്കാണ്ടായിരുന്നു. ഞാൻ കുന്നംകുളത്ത് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാമ്പറിൽ കെട്ടാളെ നെറ്റും അതുപോലെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ അന്ന് പോയപ്പോൾ മേടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം സാധനങ്ങളൊക്കെ തിരൂരിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാമ്പറിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും മേടിച്ച് പിന്നെ അതുപോലെ തന്നെ ടോപ്പർ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നെയിം തന്നിട്ടുണ്ട്, അതുപോലെ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഇതാ നമ്മുടെ ഹാമ്പറിൻ്റെ പണിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചോക്ലേറ്റും ഹാമ്പറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മക്കളും ഹെൽപ്പിനായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ വേർതിരിച്ചെടുക്കാനും അതുപോലെ തന്നെ ഓരോന്നിൻ്റെ ബോക്സൊക്കെ സെപ്പറേറ്റ് ആക്കാനും എല്ലാത്തിനും അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം, കാരണം കണ്ണ് നിറച്ച് മിഠായികൾ ഇങ്ങനെ കാണില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രത്യേക ഒരു രസമായിരുന്നു അതിങ്ങനെ ചെയ്യാനൊക്കെ. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോ ഹാമ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഊഞ്ഞാലിൻ്റെ ടൈപ്പുള്ള ഒരു ഹാമ്പറാണ് ഇത്. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം വേണമെന്നുള്ളത്. ചോക്ലേറ്റിൻ്റെ ഹാമ്പർ ഒരു 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നൊക്കെ ബാക്കിയുള്ളത് കസ്റ്റമർ ഓരോ ഐറ്റംസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാനുള്ള ഹാമ്പറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ 11 മണി ആയിട്ടുണ്ട് രാത്രി. അടുത്ത കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അത് ഒതുക്കി വന്നപ്പോൾ രാത്രി ഇത് 1 മണി ആയിട്ടുണ്ട്. പിന്നെ അത് അകത്തുനിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കിടക്കുമ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. രാവിലെ തന്നെ നേരത്തെ എണിച്ച് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മൾ ഹാമ്പറിൻ്റെ എല്ലാ പരിപാടികളും തീർത്തിട്ടുണ്ട്. പിന്നെ അന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ പോയി വന്ന് വൈകിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുക്കുന്നത് കേട്ടോ. മഴയൊക്കെ ഒന്ന് തുറന്നതിൻ്റെ ശേഷം. അങ്ങനെ മാഷാ അല്ലാ നമുക്ക് വിചാരിച്ചതിനായിട്ട് അടിപൊളിയായിട്ട് എല്ലാ ഹാമ്പറും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമർ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വരുന്ന ടൈമായപ്പോൾ ഞാനെല്ലാം എടുത്തിട്ട് ഇതാ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ അവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ വന്ന് കഴിഞ്ഞ് എടുത്ത് കൊടുക്കാനായിട്ട്. അവർ വന്നപ്പോൾ തന്നെ രാത്രി 12:30 ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വന്നതിൻ്റെ ശേഷം നമ്മൾ ഹാമ്പറൊക്കെ കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഫ്രഷ് റോസ് വെച്ചിട്ടുള്ള ബൊക്കയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് രാവിലെ പോണ വഴിക്ക് അവർ എടുക്കാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ പോയിട്ട് റോസൊക്കെ മേടിച്ചിട്ട് നമ്മൾ ബൊക്കയും കൂടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡയമണ്ടിൻ്റെ സെറ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ട്രയൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരത് നെയ്റ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അപ്പം തന്നെ കൊണ്ടുപോയി ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലക്ഷങ്ങൾ വിലയുള്ള ഹാമ്പർ എന്ന് പറയാൻ കാരണം. അപ്പോൾ എല്ലാത്തിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.